കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പറ്റിയോ? കാലുവിട്ട് പോയാ പോട്ടെ, എന്റെ 5 പവന്റെ മുല്ലുമട്ടുമാലയാ ആ ദ്രോഹി പൊട്ടിച്ചോണ്ട് പോയത്. അയ്യോ, അവനെ നമുക്ക് പിടിക്കാം. നിങ്ങൾ എണീക്ക്, എഴുന്നേക്ക്, എണീക്ക്. അയ്യോ, നിങ്ങളൊന്ന് സമാധാനിക്ക്. എങ്ങനെ സമാധാനിക്കും? അയ്യോ, എന്റെ മാല നമുക്ക് പോലീസിനെ അറിയിക്കാം. എന്റെ മുല്ലുമട്ടുമാല, അയ്യോ എന്റെ മാല. നിങ്ങളൊന്ന് സമാധാനിക്ക്, എണീക്ക്. അയ്യോ, എണീക്ക്. അയ്യോ, എന്റെ 5 പവന്റെ മാലയാ. അകത്തേക്ക് വാടി. എന്താ നിനക്കൊരു മടി പോലെ? അല്ല, നിന്നോട് ആന്റി ഒന്നും പറഞ്ഞില്ലേ? ആ, ആരെയോ ഒരുക്കണോന്ന് പറഞ്ഞു. ഒരുക്കണോന്ന് പറഞ്ഞു. അത് പെരുമയാണോ കൊരങ്ങനെയാണോന്നൊന്നും പറഞ്ഞില്ല. എരുമ ഒരുക്കി പരിചയം ഉണ്ടല്ലോ നിനക്ക്, സ്വന്തം വീട്ടിലുണ്ടല്ലോ. ആ, അപ്പോ പരിചയമില്ലാത്ത പണി ചെയ്യാം. രണ്ടാമത് പറഞ്ഞതിനെ ഒരുക്കാം. ദേ, അധികം വിളഞ്ഞാലുണ്ടല്ലോ ഞാൻ ആന്റിയോട് പറഞ്ഞു കൊടുക്കും. ഷോ, ഭീരുക്കളാണ് ഇങ്ങനെ എല്ലാത്തിനും പരസഹായം തേടുന്നത്. എന്നോട് നേരെ നിന്ന് മുട്ടാനുള്ള ശേഷി പോലും ഇല്ലേ നിനക്ക്? നീ എനിക്കൊരു ശത്രു അല്ലടി. 2 ദിവസം കഴിഞ്ഞാ വിഷ്ണുവേട്ടൻ എനിക്ക് സ്വന്തം. നീ ഈ പടിക്ക് പുറത്തും. പിന്നെ ഞാനെന്തിനാ നിന്നോട് വിരോധം വെച്ചോണ്ടിരിക്കുന്നേ? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. നിന്നെ കാണുമ്പോ എനിക്ക് അത്രേ തോന്നുള്ളൂ സുസ്മിത. സത്യം പറഞ്ഞാലേ സഹതാപമുണ്ട്. കുറിയടിച്ച് ആൾക്കാരെയും ക്ഷണിച്ചു തുടങ്ങി. എന്നിട്ടും എന്താടി നിന്റെ ഓവർ കോൺഫിഡൻസ്? ഓവർ കോൺഫിഡൻസ് അല്ലടി, കോൺഫിഡൻസ്. അതിന് കാരണം ഞാൻ ശാലിനിയും നീ സുസ്മിതയാണെന്നുള്ളത് തന്നെ. കഴുതയോടെ കുതിര മത്സരിച്ചു തോറ്റ ചരിത്രമില്ല സുസ്മിത. ശരി, കഴുതയാവാൻ പോകുന്നതേ ആരാന്ന് നമുക്ക് കാണാം. തൽക്കാലം ആന്റി പറഞ്ഞതുപോലെ നീ എന്നെ ഭംഗിയായിട്ടൊന്ന് ഒരുക്ക്. തൽക്കാലം നീയേ ഇരിക്ക. അതെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എനിക്ക് മുഖത്തൊക്കെ പൗഡർ പൂശിത്താ. നല്ല സുഗന്ധം ഉണ്ടായിരിക്കണം. വിഷ്ണുവേട്ടന്റെ അടുത്ത് നിൽക്കുമ്പോ, ഫോട്ടോഷൂട്ടിന് നല്ല ചേർന്ന് നിൽക്കുമ്പോ കവിളത്തൊരു ഉമ്മ വെക്കാൻ തോന്നണം. അല്ല, ഇതെന്തിനാ 2 എണ്ണം? ആ, കൂടുതൽ സുഗന്ധം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാ. ആ, അത് നല്ലതാ. വാസ്തവം പറഞ്ഞ വിഷ്ണുവേട്ടനുമായിട്ടുള്ള കല്യാണത്തിന് ഒരുങ്ങുമ്പോ പോലും എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടായിരുന്നില്ല. എനിക്ക് എളുപ്പം എത്തിപ്പിടിക്കായിരുന്നു വിഷ്ണുവേട്ടനെ. അങ്ങനെ ഞാൻ കാത്തിരുന്ന കല്യാണ മണ്ഡപത്തിലേക്കാ ഒരു നീരാളിയെ പോലെ വിഷ്ണുവേട്ടനെയും ചുറ്റിപ്പിടിച്ച് നീ കയറി വന്നത്. ആ നീരാളിയുടെ പിടിയിന്ന് വിഷ്ണുവേട്ടനെ എങ്ങനെ മോചിപ്പിക്കുമെന്ന ടെൻഷനിലായിരുന്നു ഞാൻ. എന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഭാമാന്റി നിന്നെ ഈ വീട്ടിലേക്ക് നിലവിളക്ക് തന്ന് സ്വീകരിക്കുകയും ചെയ്തു. ഇവിടുത്തെ ആരുമല്ല ഞാൻ. എന്നിട്ടും ഞാനിവിടെ നാണം കെട്ട് പിടിച്ചു നിന്നു.
നിനക്കും വിഷ്ണുവേട്ടനും ഇടയിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണമായിരുന്നു എനിക്ക്. അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം ത്യാഗങ്ങളാ സഹിച്ചെന്ന് നിനക്കറിയോ? അതിനിടയിൽ നീയും പ്രീതിയും വിഷ്ണുവേട്ടന്റെ അച്ഛനും കൂടി എത്ര എന്നെ അപമാനിച്ചു, ചവിട്ടി തേച്ചു. സാധാരണ ഒരു മനുഷ്യ സ്ത്രീയെ കൊണ്ട് കഴിയോടിയത്. അതിപ്പോ മനുഷ്യ സ്ത്രീയെ കൊണ്ട് കഴിയില്ല. നീ എന്ത് വേണേലും പരിഹസിച്ചോ, പക്ഷേ അവസാന വിജയം എന്റേത് തന്നെയാ. കൈവിട്ടു പോയെന്ന് കരുതിയ വിഷ്ണുവേട്ടൻ എന്റെ കൈപ്പിടി. അതിനെന്നെ ഒരുക്കി നിർത്താൻ നീയും. കല്യാണം കഴിഞ്ഞാലേ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ഭാമാൻറ്റി പറയുന്നത്. പക്ഷെ അത് വേണ്ടെന്ന എന്റെ അഭിപ്രായം. ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിനും കൂടി ഉണ്ടാവണം നീ. അന്ന് എന്നെ മണിയറയിലേക്ക് ഒരുക്കി വിടുന്നത് നീ ആവണം. ഹാ, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എന്നെ ഒരുക്കടി, ഒരുക്ക്. നീ ഒരുക്കി വിടുന്ന വേഷത്തിൽ വേണം ആദ്യ രാത്രിയിൽ എനിക്ക് മണിയറയിൽ കയറാൻ. ഒരുക്ക്. എന്താ സുസ്മിതേ? നീ എന്നെ അടിച്ചോടി. അയ്യോ, അടിച്ചതല്ല സുസ്മിതേ, ഞാനേ പൗഡർ പുരട്ടി തന്നതാ. വേണോ? നിന്നെ ഒരുക്കണോന്ന് പറഞ്ഞായിരുന്നല്ലോ. അയ്യോ, നിനക്ക് വേദനിച്ചോ? വേദനിച്ചോന്ന് എന്റെ കണ്ണി കൂടി പൊന്നീച്ച പറഞ്ഞു. സോറി, അറിയാതെ പറ്റിയതാ. നീ ഇത് മനഃപൂർവ്വം ചെയ്തതാന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഒരുക്കാതെ നിനക്ക് സ്കൂട്ടായി പോണല്ലേടി? അയ്യോ, മനസ്സ് അവാജ ഞാൻ അവനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല സുസ്മിത. ഞാൻ ഇനി ഒരുക്കാം. വേണ്ട, നീ ആ കസേര എടുത്തിട. എടുത്തിടടി. ഞാൻ സഹായിക്കാം. പോടി എവിടുന്ന്. വേണ്ടേ? വേണ്ട. അതെ, ഈ ഞാനിവിടെ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഒരു കാര്യം ചെയ്, എന്റെ ചെരുപ്പെടുത്തിങ്ങിതാ. അതാണ് നിനക്ക് പറ്റിയ ജോലി. ഞാൻ കാലിലിടുന്നത് കൈകൊണ്ടെടുക്കാനുള്ള യോഗ്യതയെ നിനക്കുള്ളൂ. എന്താടി ഇത്? ചെരുപ്പല്ലേ? നീ എന്തായി കാണിച്ചെന്ന്? നീയല്ലേ പറഞ്ഞത് എന്നോട് ചെരുപ്പ് എടുത്തു തരാൻ. അതിനിങ്ങനെയാണോ എടുത്തു തരിക? എങ്ങനെയാ എടുത്തു തരേണ്ടതെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ഇറങ്ങി പോടി എന്റെ റൂമിന്ന്. അയ്യോ, അപ്പൊ ഒരുക്കാനായിട്ട് സഹായിക്കണ്ടേ? നിന്നോടല്ലേ ഇറങ്ങി പോവാൻ പറഞ്ഞേ? ശരി. അതെ, ഈ ചെയർ ശരിക്കിട്ടിട്ട് പോണം. പിന്നെ എന്താ? ഈ കൺമഷിയില്ലേ, അത് ശ്രദ്ധിക്കണം.
അത് കവിളിലല്ല, കണ്ണിലെഴുതാനുള്ളതാ. ഇറങ്ങി പോടി ഇവിടുന്ന്. പോയേക്കാം. അയ്യോ, എന്റെ മാല പോയേ, എന്റെ മുല്ലമൊട്ടുമാല പോയേ. ഞാനിതെങ്ങനെ സഹിക്കും? 5 പവനായിരുന്നു. അയ്യോ, അയ്യോ, എന്റെ മുല്ലമൊട്ടുമാല പോയേ. ഞാനിതെങ്ങനെ സഹിക്കും ദൈവമേ? സമാധാനിക്ക്. ദാ ഇത് കുടിക്കും. അയ്യോ, 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 എന്റെ മുല്ലമൊട്ടുമാലേ. അയ്യോ, അയ്യോ, എന്റെ മുല്ലമൊട്ടുമാല. നിങ്ങൾ ഈ ചങ്കിങ്ങനെ ഇടിച്ച് പൊട്ടിക്കാതെ. എന്റെ മാലയില്ലാതെ ചങ്ക് എന്തിനാ എനിക്ക്? അറിയോ, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളതാ എനിക്ക്. ഹൃദയാഘാതം. അയ്യോ, ഇതിന്റെ കാശ് ആര് കൊടുക്കും? 10 രൂപയല്ലേ, അത് ഞാനങ്ങ് സഹിച്ചു. സത്യം പറയാലോ, നിങ്ങളെ കണ്ടപ്പോ ഒരു മനസാക്ഷി ഇല്ലാത്ത സ്ത്രീയാന്നാ ഞാൻ കരുതിയെ. മനസാക്ഷിയുള്ള ഒരു ബൈക്കുകാരനല്ലേ ഇപ്പൊ മാലയും കൊണ്ട് പോയത്. അയ്യോ, 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 ദാ പിന്നെയും വരുന്നു. നിങ്ങൾ അവനോട് വഴക്കിനൊന്നും പോവണ്ട. ആളെ നോക്കി വെച്ചാ മതി. അല്ലെങ്കിൽ വണ്ടി നമ്പർ നോട്ട് ചെയ്തിട്ട് പോലീസിലൊരു പരാതി കൊടുക്ക്. ബാക്കി കൂടെ പിടിച്ചു പറിക്കാനാവും വരുന്നെങ്കിലോ? ഇത്തിരി സൂക്ഷിച്ചു നിന്നു. മര്യാദക്ക് എന്റെ മാല തന്നിട്ട് പോടാ. ഇതാ പിടിച്ചോ നിങ്ങളുടെ മാല. മുക്ക് കൊണ്ടായിട്ട് ഇറങ്ങിക്കോളും ആളെ പറ്റിക്കാനായിട്ട്. മുക്കുപണ്ടോ? മാനിയായിട്ട് മാല പൊട്ടിച്ച് ജീവിക്കാനും വയ്യാതായി. ₹250 ഫാൻസി കട കിട്ടുന്ന ഈ സാധനത്തിന് വേണ്ടിയാണോ പെണ്ണുപിള്ളെ നിങ്ങൾ ഈ ചങ്കിടിച്ച് കലക്കിയത്? കഷ്ടം. വായിച്ചി. ശാരദാമ്മ ചതിച്ചല്ലേ? കൊടുക്കുന്നുണ്ട് ഞാൻ അവളുടെ മോൾക്ക് ഇതിനുള്ള കൂലി. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്റെ മോള്. ഇതെന്താ ഷൺമുഖിയോ?
എങ്ങനെയുണ്ട് ആന്റി? ദേവതയെ പോലുണ്ട്. ദുർദേവത. ആ, മേക്കപ്പ് വളരെ ലൈറ്റായിട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്കധികം അണിഞ്ഞൊരുങ്ങി നടക്കുന്നൊന്നും ഇഷ്ടമല്ല. സത്യമായി സുസ്മിതേ, നിന്നെ കണ്ടപ്പോ ഞാനങ്ങ് വിചാരിച്ചു പെയിന്റിന്റെ പാട്ടയിൽ വീണതാണെന്ന്. ആന്റി, പ്രീതി. ഭാമേ, സുസ്മിത അഭിപ്രായം ചോദിച്ചപ്പോ അതിനുള്ള മറുപടിയല്ലേ പ്രീതി പറഞ്ഞത്. അവൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദേ സുസ്മിതേ, എല്ലാ കാര്യത്തിനെ എപ്പോഴും ഭാമയുടെ സഹായം തേടണ്ട. നിനക്ക് വേണ്ടി നീ തന്നെ സംസാരിക്കണം. എനിക്ക് മനസ്സിലായി. പ്രീതിയുടേത് അസൂയല്ലേ? ആ രോഗത്തിന് ചികിത്സയില്ല. ആ, വിഷ്ണുവേട്ടൻ പറ, എങ്ങനെയുണ്ടെന്ന് പറ വിഷ്ണുവേട്ടാ. കൊള്ളാം, എക്സലന്റ് ആയിട്ടുണ്ട്. ഗോർജിയസ്, വെരി ബ്യൂട്ടിഫുൾ. ഡാടാ, മതി മതി. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ഡിക്ഷണറി നോക്കുമ്പോ നിനക്ക് നിന്നോട് തന്നെ വെറുപ്പ് തോന്നും. ആ, ഫോട്ടോഗ്രാഫർ എവിടെ ആന്റി? ഇപ്പൊ വരും മോളെ. പെട്ടെന്ന് വരാൻ പറ ആന്റി, അല്ലെങ്കിൽ എന്റെ മേക്കപ്പ് ഒക്കെ ഡള്ളാവും. ഇയാളോ? പരസ്പര കൊക്കൊരുമി നിൽക്കുന്ന രണ്ട് ഇണക്കുരുകളെ പോലില്ലേ? ആ, വന്നല്ലോ. വാ. ഞാൻ ലേറ്റായില്ലല്ലോ. ഏയ് ഇല്ല, ഇവിടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അല്ല, ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണോ ലൊക്കേഷൻ? ഇവിടെ ഇത്രയും സൗകര്യം ഉള്ളപ്പോ പിന്നെ എന്തിനാ വേറെ എവിടേക്കെങ്കിലും പോകുന്നേ? അല്ല, എന്താ ഷൂട്ട് ചെയ്യേണ്ടത്? കപ്പിൾ ഷൂട്ട്. കപ്പിൾസാ? അതാരാ? ഓ, മനസ്സിലായി മനസ്സിലായി. അന്ന് ഫോട്ടോഷൂട്ട് നടന്നില്ലല്ലോ.